ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ ദൈവസന്നിധിയിൽ ഒരുപാട് നേരം ചിലവഴിക്കുന്നവരാണ്. ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ദൈവസന്നിധി ചിലവഴിക്കുന്നത് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സാധിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, വലിയ ഒരു പ്രതിസന്ധിക്ക് നടുവിലിരിക്കുമ്പോഴൊക്കെ നമ്മൾ അധികമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാറുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മളോട് ദൈവം സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് 3 രീതിയിലാണ്. ആ 3 രീതികളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ ചോദിക്കുന്നതിന് കർത്താവ് എല്ലാം കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ നമ്മോട് പറയുന്നത് ഒന്നാമത്തെ കാര്യം അതെ എന്നാണ്. അതായത് നിനക്കത് സാധിച്ച് കിട്ടുമെന്ന്. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്. അത് സാധിച്ച് കിട്ടുന്നത് എങ്ങനെയുള്ള ആൾക്കാർക്കാണ്? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർക്കാണ് അതെ എന്നൊരു ഉത്തരം ദൈവത്തിൽ നിന്നും കിട്ടുന്നത്. യോഹന്നാൻ 14:13-14 തിരുവചനങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് അപേക്ഷിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കണം. എപ്പോഴാണ് നമ്മുടെ ഹൃദയവും യേശുവിൻ്റെ ഹൃദയവും ഒരേ ദിശയിലായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികളോടാണ് കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ ഉത്തരം അതേ എന്നായിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അപ്പുറത്തേക്ക് പോവാതെ ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയും അവനോട് ചോദിച്ചാൽ അവൻ്റെ ഉത്തരം അതേ എന്ന് തന്നെയായിരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ അവന് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവരോടൊരു പ്രത്യേക സ്നേഹവും കരുതലും കർത്താവിനുണ്ട്. കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ആടുകളെ ഞാൻ മേയ്ക്കുന്നുവെന്ന്, അവരെൻ്റെ വഴി അറിയുന്നുവെന്ന്. രണ്ടാമതായിട്ട് കർത്താവ് നമ്മളോട് പറയുന്നൊരു ഉത്തരമാണ് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക, സമയമായിട്ടില്ല എന്നുള്ളത്. നമ്മൾ പലപ്പോഴും തിടുക്കം കൂട്ടുന്നവരാണ്. നമുക്ക് ക്ഷമ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടേ ഉള്ളൂ. എന്ത് കാര്യം ചെയ്യുമ്പോഴും പെട്ടെന്ന് അത് സാധിച്ചെടുക്കാനായിട്ട് ധൃതി കൂട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് പറയുകയാണ് വെയിറ്റ് ചെയ്യുക. അതായത് തൽക്കാലത്തേക്ക് നീ ആ വിഷയത്തെ ദൈവത്തിന് കൊടുത്തിട്ട് നീ നിൻ്റെ കാര്യം നോക്കുക, സമയമായിട്ടില്ല. ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വൈകുന്നതിൻ്റെ കാരണം സമയമായിട്ടില്ലാത്തത് കൊണ്ടാണ്. അത് നടക്കാത്തത് കൊണ്ടല്ല, ദൈവം അത് നടത്തിത്തരാൻ ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ വിഷയം ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിൽ എന്തൊക്കെയോ നമുക്ക് തരാനായിട്ട് വലിയ വലിയ കാര്യങ്ങൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതിന് ഒരു തരി പോലും അങ്ങും ഇങ്ങും മുടക്കം കൂടാതെ അത്ര മനോഹരമായിട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറയുന്നത് വെയിറ്റ് ചെയ്യുക. പ്രഭാഷകൻ 3:1 പറയുന്നുണ്ട്, സകലത്തിനും ഒരു സമയമുണ്ട്, ദൈവത്തിൻ്റെ സമയം മനുഷ്യൻ്റെ സമയം പോലെയല്ല എന്ന്. ഉദാഹരണം പറയുകയാണെങ്കിൽ, കർത്താവിൻ്റെ വചനത്തിൽ അബ്രഹാമിന് തൻ്റെ മകനായ ഇസഹാക്കിനെ കിട്ടാനായിട്ട് 25 വർഷത്തോളം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ നമുക്കറിയാം, രക്തസ്രാവക്കാരിയായിട്ടുള്ള ആ ഒരു യുവതിക്ക് സൗഖ്യം കിട്ടാനായിട്ട് 18 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് കർത്താവ് നമ്മളോട് പറയുന്നത് ഇല്ല എന്നാണ്. അതായത് നമ്മൾ വെക്കുന്ന ആ വിഷയം ദൈവം തരാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് കാരണം ദൈവത്തിന് നമ്മോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ വിഷയം ദൈവം സാധിച്ചു തന്നാൽ അതിനുള്ളിൽ എന്തോ ഒരു അപകടം നമുക്ക് വേണ്ടി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മനസ്സിലാക്കുന്ന ദൈവം തീർച്ചയായിട്ടും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നാശം ആഗ്രഹിക്കാത്ത ദൈവം അത് നമുക്ക് വേണ്ടിയാണ് മാറ്റി നിർത്തപ്പെടുന്നത്. അതുകൊണ്ടൊരു പക്ഷെ ദൈവത്തോട് പരാതിയും പരിഭവങ്ങളും ഒക്കെ പറയേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവർ, അത് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്കെന്തോ ഒരു വിപത്ത് അതിനുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ അതിലും ബെറ്റർ ആയിട്ടുള്ള ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ അവൻ എടുത്തു കളഞ്ഞിട്ട് നമുക്ക് നല്ലത് വരുന്നതിന് അവൻ നമുക്ക് തരാനായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. പൗലോസ് തൻ്റെ രോഗം മാറ്റണമെന്ന് 3 പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചു. കാരണം അദ്ദേഹത്തിന് വയറിനുള്ളിൽ അൾസറായിരുന്നു. പക്ഷേ കർത്താവ് അവനോട് പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതിയെന്ന്. 2 കൊരിന്ത്യർ 12:9 തിരുവചനങ്ങൾ.
മനസ്സിലാക്കുക, ദൈവം നമുക്ക് തരില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കായിട്ടും അവൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവൻ നമ്മളോട് തരില്ല എന്ന് പറയുന്നതും ചിലപ്പോൾ ഉത്തരം അതിൽ കിട്ടാതെ വരുന്നതും. അതുകൊണ്ട് നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് അതേ എന്ന് നമ്മളോട് ഉത്തരം പറയുന്നതാണെങ്കിൽ അവൻ നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. കാത്തിരിക്കാൻ ദൈവം പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇല്ല എന്നാണ് കർത്താവ് നമ്മളെ കാണിച്ചു തരുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന്. റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി അവൻ പരിണമിപ്പിക്കുന്നുവെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വിഷയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം വൈകുന്ന കാര്യങ്ങൾ വൈകുന്നതിൽ വെച്ചും അതുപോലെ തന്നെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതും കുറച്ച് വൈകുന്നതും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കാവുന്നതാണ്.